ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്യുന്ന ടെസ്റ്റ് നെറ്റുകളുടെ എല്ലാം അപ്ഡേറ്റ്സ് ഉള്ള പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ്. എല്ലാ പ്രൊജക്റ്റുകളും പറയുന്നില്ല, അപ്ഡേറ്റ്സുകൾ ഉള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ് നമ്മളോട് എടുത്ത് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഹെമി ടെസ്റ്റ് നെറ്റ് എന്തായി, പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലേ, അതുപോലെ തന്നെ എൻഡ് ആവാനായോ എന്നുള്ള ന്യൂസുകളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് നമുക്ക് മുൻപിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വെരിഫൈഡ് ഡിമോസിൽ നമ്മളുടെ ഓൺലി മീ ID മിൻറ്റ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് വീഡിയോ തന്നെ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത എല്ലാവരും സേഫാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വാപ്പ് ചെയ്യാം, ക്യാപ്സൂൾ ക്രിയേറ്റ് ചെയ്യാം. എല്ലാ പോയിന്റ്സും ഇപ്പോഴും വാലിഡ് ആണ്. നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. കിട്ടുന്ന സമയത്ത് മാക്സിമം അക്യുമുലേറ്റ് ചെയ്ത് വെക്കുക. കാരണം എന്താ, ഈ ഒരു ടെസ്റ്റ് നെറ്റ് മെയിൻ നെറ്റ് വരാൻ ഡിലേ ആവാൻ തോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കൂടുതൽ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ, കോടികൾ എമൗണ്ട് അല്ല ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കൂടുതൽ എമൗണ്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും നമുക്ക് ഇത്ര എമൗണ്ട് ഇന്ന എയർ ഡ്രോപ്പ് ചെയ്താൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് ഈ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ടോക്കൺ അലോക്കേഷൻ എങ്ങനെയാണ്, ടോക്കണോമിക്സ് എങ്ങനെയാണ്, വൈറ്റ് പേപ്പർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഓക്കെ, ആകെ നമുക്ക് അറിയുന്നത് ഇതിന് ഫണ്ടിങ് എത്രയുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ യൂസ് കേസ്, ഈ കാര്യങ്ങളൊക്കെയാണ്. എന്ത് പ്രൊജക്റ്റാണിത്, എന്താണിത് പ്രൊജക്റ്റ്, എന്താണ് ഇതിൻ്റെ യൂസ് കേസ്, എന്ത് യൂട്ടിലിറ്റിയാണ് ഈ ടോക്കൺ ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയുന്നത്. അപ്പം നല്ല പ്രൊജക്റ്റ് ആണോ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്താ, എയർ ഡ്രോപ്പ് കിട്ടുന്ന സമയത്ത് നല്ല എയർ ഡ്രോപ്പ് കിട്ടിയാൽ കിട്ടി, നല്ല കാര്യം. മോശം എയർ ഡ്രോപ്പ് ആണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല, മോശം എയർ ഡ്രോപ്പായി അത്ര നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അതിൽ. അപ്പോൾ നല്ല എയർ ഡ്രോപ്പുകളെല്ലാം ചെയ്തു പോവുക. എമൗണ്ട് വൈസ് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലാതാവും. കാരണം എന്താ, എമൗണ്ട് എല്ലാം വരെ ഈ ടെസ്റ്റ് നെറ്റ് മെയിൻ നെറ്റ് ലോഞ്ച് ആവുന്ന സമയത്താണ് എയർ ഡ്രോപ്പിന് ഇത്ര ലൊക്കേഷനാണ്, ടോക്കണോമിക്സ് കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെസ്റ്റ് നെറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, നമുക്ക് ടെസ്റ്റ് നെറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിമോസ് ID കറക്റ്റായിട്ട് ചെക്കാക്കി വെച്ചവർക്ക് ഒന്നും ഇനി ചെയ്യാനില്ല. ഡെയിലി വരിക, ടാസ്കുകളെല്ലാം ചെയ്തു പോവുക. അത് കൃത്യമായിട്ട് ഹെമീൻ്റെ ഡിസ്കോഡ് സെർവറിലേക്ക് വന്നാൽ കാണാൻ പറ്റും. അനൗൺസ്മെൻറ്റിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് നെറ്റ് സ്റ്റിൽ റണ്ണിങ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവർ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓൾ ആക്ടിവിറ്റീസ് ലിസ്റ്റഡ് ഓൺ ഡാഷ്ബോർഡ് ആർ വാലിഡ് ടു ഏൺ പോയിന്റ്സ്. അപ്പം എന്താ, പോയിന്റ്സ് ഏൺ ചെയ്യാൻ എപ്പോഴും പറ്റും. വെൻ വിൽ ഇറ്റ് സ്റ്റോപ്പ്, നമ്മളുടെ എല്ലാവരുടെയും ചോദ്യമാണ്, എപ്പോഴാണ് ഇത് കഴിയുക, മെയിൻ നെറ്റ് എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക. ഇവർ പറയുന്നത് എന്താണ്, നോ എക്സാക്ട് ഡേറ്റ് സെറ്റ്, ഇതുവരെ എക്സാക്റ്റ് ആയിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഡിമോസ് ഈ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ ഈ ഒരു മെയിൻ നെറ്റ് എൻഡ് ആകാൻ പോവാണ്, ഹെമീൻ്റെ മെയിൻ നെറ്റ് വരാൻ പോവാണ്, ടെസ്റ്റ് നെറ്റ് എൻഡ് ആയിക്കൊണ്ട്, അതുകൊണ്ട് ഡിമോസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്, മെയിൻ നെറ്റ് വരുന്നത് കൊണ്ട് എന്ന് ഡിമോസ് ഒരു ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോഴാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയത്, ഈ ഹെമി മെയിൻ നെറ്റ് വരാനായോ, ടെസ്റ്റ് നെറ്റ് എൻഡ് ആവാനായോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡെമോസ് ഈ ടെമ്പററി പോസ്റ്റിംഗ് വെരിഫിക്കേഷൻ, ടെമ്പററി ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ അത് പെർമനൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിന് കാരണം എന്താണ്, ആസ് വി പ്രിപ്പയർ ഫോർ അവർ മെയിൻ നെറ്റ് ലോഞ്ച്, ഇവരിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെമീൻ്റെ ടീം. ഒരുപാട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ വേണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് ഹെമീൻ്റെ ടീം കടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡെമോസിൻ്റെ ടീം ടെമ്പററി വെരിഫിക്കേഷൻ എന്ത് ചെയ്തത്, പോസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. അത്രയാണ് നമുക്ക് ഹെമീൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി വരിക, ടാസ്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് പോവുക. ഈ ഒരു ക്യാപ്സൂൾ ക്രിയേറ്റ് ചെയ്യുന്ന, സ്വാപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു സേഫ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. സേഫ് ഒക്കെ 1 ടൈമാണ്. ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഗാലക്സി ടാസ്കുകളുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി 2 പ്രാവശ്യം ക്യാപ്സൂൾ ക്രിയേറ്റ് ചെയ്യാം. 2 പ്രാവശ്യം 200 പോയിന്റ്സ് നമുക്ക് സ്വാപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്ത് പോവുക, അത് നിർത്തണ്ട. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് പോർട്ടലിലെ ബിറ്റ്കോയിൻ ആണ്. പോർട്ടലിലെ ബിറ്റ്കോയിൻ്റെ ഫസ്റ്റ് ഫേസ് എൻഡ് ആയിക്കൊണ്ട് സെക്കൻഡ് ഫേസ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. ടെലഗ്രാമിൽ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടായപ്പോൾ തന്നെ ഈ ഒരു സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, സിമ്പിളായിട്ട് ടാസ്കുകൾ പുതുതായിട്ട് ഒരുപാട് ടാസ്കുകൾ വന്നിട്ടുണ്ട്. എല്ലാം സെയിം ആയിട്ടുള്ള ടാസ്കുകൾ തന്നെയാണ്. സോഷ്യൽ ടാസ്കുകൾ, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റികൾ, ഡിസ്കോഡ് ലോഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു റോൾ ക്ലെയിം ചെയ്യാനുള്ള ടാസ്കുകളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നിർബന്ധമായിട്ട് ചെയ്തു പോവുക. അതുപോലെ തന്നെ എല്ലാ ടാസ്കുകളും കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. കാരണം എന്താ, ഈ സ്പാർക്സ് ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലീഡർ ബോർഡ് ഉണ്ട്. ഓക്കെ, ഈ ലീഡർ ബോർഡിൽ വരുന്ന ഏറ്റവും മുൻപിലുള്ള ആൾക്കാർക്കാണ് എന്ത് കിട്ടുക, ഈ ഒരു ലൈറ്റ് നോഡ് കിട്ടുക. അപ്പോൾ ഈ ലൈറ്റ് നോഡ് നിങ്ങൾ ഏൺ ചെയ്യണമെങ്കിൽ ഡെയിലി വന്ന് നിങ്ങൾ ഏൺ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. സ്റ്റാർട്ടായ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഫേസ് 1 ഭയങ്കര യൂസേഴ്സിൻ്റെ അളവ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ലൈറ്റ് നോഡൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ കിട്ടാത്തവർ ഇനിയെങ്കിലും ഡെയിലി ആക്റ്റീവായിട്ട്, ഏതൊരു ടെസ്റ്റ് നെറ്റാണോ ഡെയിലി ആക്ടിവിറ്റി ഇല്ലേ, നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണ്. പിന്നീട് ഈ ഒരു ചെക്കർ വരുന്ന സമയത്ത് ഓടിപ്പോയി ചെക്ക് ചെയ്തിട്ട് പ്രോ എലിജിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ് നമ്മളോടോ ഈ ഒരു ടെസ്റ്റ് നെറ്റുകാരോടോ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ടാസ്കുകളും ചെയ്തു പോവുക. സിമ്പിളായ ടാസ്കുകൾ മാത്രമാണ്, ഞാനെല്ലാം ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എങ്ങനെ എല്ലാ ടാസ്കുകളും ചെയ്യാന്നുള്ളത് മെയിൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓരോ ഫേസിനും ഇപ്പോൾ തേർഡ് ഫേസ് ഉണ്ടെങ്കിൽ തേർഡ് ഫേസിലും ഇങ്ങനെ വരും. ഇതുവരെ സെക്കൻഡ് ഫേസ് വരെ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഫേസ് കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ നെറ്റ് ലോഞ്ച് ആയിരിക്കും എന്നാണ് നിലവിൽ ഇവർ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അല്ലെങ്കിൽ ഇനി അടുത്ത ഫേസ് വരികയാണെങ്കിൽ അതിൽ നമ്മൾ ടാസ്കുകൾ ചെയ്യേണ്ടി വരും ഡെയിലി. ഓക്കെ, ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇറങ്ങി പോരുത്, ഡെയിലി വരിക, ട്വീറ്റ് റീട്വീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് പോവുക. സോഷ്യൽ ടാസ്കുകളാണ്, സിംപ്ലി അതെല്ലാം ചെയ്ത് പോവുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിലേക്കാണ്. ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളാണ് ഞാൻ നോക്കുന്നതിലും വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്
യൂസ് കേസ് ഉള്ള പ്രൊജക്റ്റ്. കാരണം എന്താ, ഒരു എയർ ഡ്രോപ്പിന് വേണ്ടി KYC പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വെർച്വൽ വേൾഡിലൊരു യൂസറാണ്, ഇത് ശരിക്കുള്ള ആളാണ്, ഒരു ബോട്ടെല്ലാം തെളിയിക്കപ്പെടാൻ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടോക്കണാണ് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ ടോക്കൺ. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റും അതിനെപ്പറ്റി ബിൽഡ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഒരാൾ AI ആണോ അല്ലെങ്കിൽ ബോട്ടാണോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ശരിക്കുമുള്ളൊരു മനുഷ്യനാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ. ഒരു കിടിലൻ യൂസ് കേസാണ് ഈ പ്രൊജക്റ്റ്. നല്ല രീതിക്ക് ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല ഒരു എയർ ഡ്രോപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എയർ ഡ്രോപ്പിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ പോലും നമുക്ക് കിട്ടിയ ടോക്കണ് വാല്യൂ ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ മാത്രമാണ്, ടോക്കണമിക്സ് നമുക്ക് അറിയില്ല, അത് വരുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ. ഓൾറെഡി ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയാസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കണക്ട് ചെയ്യുക. അതിനുശേഷം ഡെയിലി ക്ലെയിമും റെഫറൽ ക്ലെയിമും വർക്ക് ആവുന്നില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അത് വർക്ക് ആവുന്നുണ്ട്, പക്ഷേ എപ്പോഴും വർക്കാവുന്നില്ല എന്നതാണ് സത്യം. എപ്പോഴെങ്കിലൊക്കെ വർക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഫോസെറ്റ് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഫോസെറ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോസെറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വർക്കാവുന്നുണ്ട്. ഇടയ്ക്ക് വർക്കിംഗ് ആണ്, ഇടയ്ക്ക് വർക്കിംഗ് അല്ല. അപ്പോൾ ഈ ഫോസെറ്റ് ക്ലെയിം ചെയ്ത് വെക്കുക. എന്തുകൊണ്ട് എത്ര ഫോസെറ്റ് ഉണ്ടോ അത്രയും നല്ലതാണ്. എന്ത് ചെയ്യുക, മെറ്റമാസ്കിൻ്റെ അഡ്രസ് ജസ്റ്റ് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, റിക്വസ്റ്റ് കൊടുത്താൽ ആ റിക്വസ്റ്റ് സക്സസ് ആവുന്നുണ്ട്. ചില സമയത്ത് എപ്പോഴും ആവുന്നില്ല. അതിനുശേഷം ബ്രിഡ്ജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബ്രിഡ്ജ് ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ മെല്ലെ ബ്രിഡ്ജിക്ക് തുടങ്ങുക. എറേഴ്സ് ഉണ്ട്, ഉറപ്പായിട്ടും എറേഴ്സ് ഉണ്ട്. പക്ഷേ ഇതുവരെ phase 2 സ്റ്റാർട്ടായിട്ടില്ല. phase 2ലാണ് നമുക്ക് പാം അപ്ഗ്രേഡ് അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജിങ് കാര്യങ്ങളെല്ലാം വരുമെന്ന് അവർ പറഞ്ഞത്. ഇതുവരെ phase 2ൻ്റെ ഒരു അഡ്രസ്സും അവർ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ബ്രിഡ്ജിങ് ചെയ്ത് തുടങ്ങുക, ഓൺ ചെയിൻ ആക്ടിവിറ്റി തുടങ്ങുക. ഓരോ ട്രാൻസാക്ഷൻ ഒരാഴ്ചയിലൊരു ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. ഒരുപാട് സ്പാം ചെയ്യരുത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കുറഞ്ഞ ട്രാൻസാക്ഷൻ ചെയ്യുക. വീണ്ടും ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ അപ്രൂവ് ഒക്കെ ചെയ്യാൻ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും പെൻഡിങ്ങിൽ. അതെല്ലാം ചെയ്തു പോവുക. ഒന്നും ഇപ്പോൾ ലോഡാവുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ എറേഴ്സ് ഉണ്ട്. ലോഡാവുന്ന സമയത്ത് അത് ചെയ്തു പോവുക. ഓക്കെ, നല്ല കാര്യമാണ്. കൃത്യമായിട്ട് ഫോസെറ്റ് ക്ലെയിം ചെയ്തൊക്കെ എങ്കിൽ ചെയ്യുക. കാരണം എന്താ, ഒരുപാട് ഈ ഒരു സംഭവം സ്റ്റാർട്ടായി, ഫേസ്റ്റ് സ്റ്റാർട്ടായ എന്നൊരു നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഫോസെറ്റ് പിന്നെ കിട്ടാതാവും. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഫോസെറ്റിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഫോസെറ്റ് കിട്ടാതാവരുത്. അതുകൊണ്ട് തന്നെ ഫോസെറ്റ് കൃത്യമായിട്ട് ക്ലെയിം ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ലെയറേജ് ആണ്. ലെയറേജിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 3 ലക്ഷത്തോളം ആവാനായിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ പുറകിലാണ്. ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ടിനോട് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലെയറേജിൻ്റെ പോയിന്റ്സ് പകുതിയായി എന്ന് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്നതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ പറഞ്ഞതാണ്. വീണ്ടും ഒന്നുകൂടി പറയാം. ഈ ഒരു പോയിന്റ്സ് നമുക്ക് 12 മണിക്കൂർ മാത്രമേ കിട്ടൂ. ഓക്കെ, ഒരു ദിവസം 12 മണിക്കൂറാണ് മാക്സിമം അപ്പ് ടൈം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ലൈറ്റിനോട് പോയിന്റ്സ് തരുന്ന നിർത്തും. ഓക്കെ, പിന്നെ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് അടിക്കണം. അത് 24 മണിക്കൂറിലാണ് സ്റ്റാർട്ട് അടിക്കേണ്ടത്. പക്ഷേ സ്റ്റാർട്ട് അടിച്ചാലും 12 മണിക്കൂർ മാത്രമേ ലൈറ്റ് നോട് റൺ ആവുള്ളൂ. ഇവിടെ കാണാൻ പറ്റും 12 hours a day ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ, 12 hours a day പ്ലസ് ഡെയിലി സ്ട്രീക്ക് ബോണസ്. നമുക്ക് ഡെയിലി സ്ട്രീക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബോണസും കിട്ടും. ഓക്കെ, അപ്പോൾ 12 മണിക്കൂർ മാത്രമേ നമുക്ക് പോയിന്റ്സ് കിട്ടൂ. പക്ഷേ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ കയറിയതുകൊണ്ട് നമുക്ക് 24 മണിക്കൂറിനുള്ള പോയിന്റ്സ് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് 24 മണിക്കൂറിനുള്ള പോയിന്റ് അവർ കട്ട് ചെയ്തതാണ്, എന്നിട്ട് നേരെ പകുതിയാക്കി. അതുകൊണ്ടാണ് എല്ലാവരുടെ പോയിന്റ് പകുതിയായി കുറഞ്ഞത്. ഓക്കെ, അത് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും അല്ല, എല്ലാവർക്കും അതുപോലെ തന്നെയാണ്. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കാണാൻ പറ്റും എനിക്കിപ്പോൾ 700 റെഫറൽസ് ഉണ്ട്. ഓക്കെ, ഈ റെഫറൽ പെൻഡിങ് ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ, എനിക്കിവിടെ റെഫറലിൻ്റെ പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് മുഴുവനും ഞാൻ ഈ സ്റ്റാർട്ടിനോട് കൊടുത്തിട്ടുള്ള പോയിന്റ് തന്നെയാണ്. എനിക്ക് പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല റെഫറിൻ്റെ. ഓക്കെ, അപ്പോൾ റെഫറലിൻ്റെ കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാർ 50 മണിക്കൂറെങ്കിലും മിനിമം അപ്പ് ടൈം, ഇതുപോലെ 50 മണിക്കൂറെങ്കിലും, ഇവിടെ എൻ്റെ അപ്പ് ടൈം കാണുന്നുണ്ട് വളരെ ചെറുതായിട്ട്. അപ്പ് ടൈം 6 ദിവസവും 4 മണിക്കൂറുമാണ്. ഓക്കെ, ഈ ഒരു 6 മണിക്കൂർ 4 ദിവസം എന്നുള്ളത് മിനിമം 50 മണിക്കൂറെങ്കിലും ഒരാൾ അപ്പ് ടൈം ആക്കിയാലാണ് അയാളെ നമ്മളെ റെഫറലായിട്ട് കൗണ്ട് ആവുക. അതും കുറേ കാലം പെൻഡിങ്ങിലുണ്ടാവും. എന്നിട്ട് പെൻഡിങ് മാറി അപ്രൂവ്ഡ് ആവും. എന്നിട്ടായിരിക്കും പോയിന്റ് ഇങ്ങോട്ടേക്ക് വരിക. എനിക്കിതുവരെ പോയിന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്തായാലും വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ റെഫർ ചെയ്യുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റെഫർ ചെയ്യുന്ന ആൾ 50 മണിക്കൂർ അപ്പ് ടൈം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ മൾട്ടിപ്പിൾ വാലറ്റ്സ് വെച്ച് റെഫറൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വാലറ്റുകളെല്ലാം അപ്പ് ടൈം 50 മണിക്കൂറേയും കഴിയണം. അതുപോലെ തന്നെ ആ ഒരു സെയിം IP നിന്ന് ഒരുപാട് റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ആയി പെടാനും സിബില്ല് പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ വാലറ്റ് വെച്ച് ചെയ്യുന്നവർ മൾട്ടിപ്പിൾ ഡിവൈസുകൾ, ഫോണിൽ നിന്ന് PC നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. അല്ലാതെ സെയിം PC തന്നെ 10-20 വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് 100% സേഫ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്ന ഫ്രാക്ഷൻ AI ആണ്. ഫ്രാക്ഷൻ AIയിലും പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏജന്റിനെ വെക്കുക, മാക്സിമം പോയിന്റ്സ് ഏൺ ചെയ്യുക. ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നല്ല എല്ലാവരിലും നോക്കുകയാണെങ്കിലും ഇവിടെ വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളത്. ഓക്കെ, നിലവിൽ നോക്കുമ്പോൾ എനിക്ക് ടോട്ടൽ സെഷനോ ആക്റ്റീവ് പ്ലേയേഴ്സ് ഒന്നും കാണുന്നില്ല. അതൊരു ബഗ്ഗാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി പകുതിയോളം യൂസേഴ്സ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ടെസ്റ്റ്നെറ്റിൻ്റെ ഒരു ഹൈപ്പ് വന്നു, എല്ലാവരും വീഡിയോസ് ചെയ്തു, അതുകൊണ്ട് എല്ലാവരും കയറി. ഓക്കെ,
അല്ലാതെ ഒരാളും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇത് കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുക റാപ്പ് ബാറ്റിൽ കളിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പോയിന്റ്സ് എല്ലാവർക്കും കുറഞ്ഞു പോകും. അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആ ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ ഡോബി അരേന ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് റാപ്പ് ബാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഡോബി അരേന അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഈ ഒരു അക്കൗണ്ട് വൈറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വൈറ്റ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഗാലക്സി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടവർക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ടാസ്കുകൾ മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ആ ഡോബി അരേനയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അവിടെ എന്താ, ട്വിറ്ററിൽ ഫോളോ ചെയ്യണം, ഡിസ്കോഡിൽ വെരിഫൈ റോൾ വേണം. ഓക്കെ, വെരിഫൈഡ് ആയാൽ മാത്രം മതി. അതിനുശേഷം ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഹോമോ സെന്റിയന്റ് എന്ന് പറയുന്ന ഡിസ്കോഡ് റോള് ഡിസ്കോഡിൽ കിട്ടണം, സെന്റിയന്റിന്റെ ഡിസ്കോഡിൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എങ്ങനെ എടുക്കാൻ നോക്കാം. അത് ഞാൻ ഈ ഫോളോ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കാം. അതിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ട്വിറ്ററിലേക്ക് പോകുക. ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടില്ല, മെറ്റാമാസ്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാണ്. ഇനി പറയുന്നത് എന്താണ്, ഇവരുടെ ഡിസ്കോഡ് സെർവറിൽ വെരിഫൈഡ് റോൾ വേണമെന്നാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡിസ്കോഡ് സെർവറിൽ ഓൾറെഡി ഞാൻ ജോയിൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വരെ ഈ ഗെറ്റ് വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു ബട്ടനാണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരുപാട് ഗെറ്റ് സ്റ്റാർട്ടറിൻ്റെ ഓപ്ഷൻസ് കാണാം. ആദ്യം നിങ്ങൾ പോകേണ്ട ഗെറ്റ് വെരിഫൈഡിലേക്കാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും നമുക്ക് റിയാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൺട്രി ഫ്ലാഗിന് ഞാനിപ്പോൾ ഇന്ത്യയാണ്, ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് കാണാം, ഈ ടിക്കും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ ആയി കഴിഞ്ഞു. ഓക്കെ, വെരിഫൈ ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വെരിഫൈ ആയി കഴിഞ്ഞു. ഇത്ര മാത്രമേ വെരിഫൈഡ് റോൾ കിട്ടാൻ വേണ്ടി ചെയ്യാനുള്ളൂ. ഓക്കെ, ഗാലക്സിയിലേക്ക് പോവുക, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെരിഫൈഡ് റോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് റിഫ്രഷ് ആകുമ്പോൾ വരണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എല്ലാം ഡിസ്കോഡും എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടൊരു ഫോം ഫില്ല് ചെയ്യാനാണ് ടാസ്ക്. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഡിസ്കോഡ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗിറ്റ്ഹബ് പ്രൊഫൈലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗിറ്റ്ഹബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗിറ്റ്ഹബ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഗിറ്റ്ഹബോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ഓക്കെ, ബാക്ക് വന്നതിന് ശേഷം ഫില്ല് ചെയ്തില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അടുത്തായിട്ട് എന്താണ്, ഈ ഒരു ഹോമോ സെന്റിയൻ എന്ന് പറയുന്ന റോള് നമുക്ക് സെന്റിയൻ ഡിസ്കോഡ് സെർവറിൽ കിട്ടണം. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെയും ജനറൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടു. അതിനുശേഷം എൻ്റെ പ്രൊഫൈലിലേക്ക് കയറി കാണാൻ പറ്റും ഹോമോ സെന്റിയന്റ് എന്ന് പറയുന്ന റോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ഹോമോ സെന്റിയന്റ് എന്ന് പറയുന്ന റോള് കിട്ടുന്നതാണ്. ഓക്കെ, വീണ്ടും ഗാലക്സിയിലേക്ക് വരിക, ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡോബി അരേനയിലേക്ക് വരിക, ജോയിൻ സ്പേസ് കൊടുക്കുക. നമ്മൾ നേരത്തെ പോലെ തന്നെ ഏജന്റ് കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു അരേനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. വീണ്ടും ഞാനത് കാണിച്ച് സമയം കളയുന്നില്ല. ഓൾറെഡി എൻ്റെ മെയിൻ വീഡിയോയിൽ എങ്ങനെ അരേനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെ ഏജന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള എല്ലാം പറഞ്ഞാണ്. അതെല്ലാം സെയിം തന്നെയാണ് ഈ ഒരു ഡോബി അരേനയിലും. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സോണിക്കാണ്. ഓക്കെ, സോണിക്കിൻ്റെ മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് ടെലഗ്രാമിൽ ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തതാണ്. ഇത് നമുക്ക് പോയിന്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. എൻ്റെ പോയിന്റ് കാണാൻ പറ്റും. ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, സ്വാപ്പുകൾ ഒരുപാട് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആപ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കൈബർ സ്വാപ്പിൻ്റെ എല്ലാം കാണിച്ചതാണ് കഴിഞ്ഞ അപ്ഡേറ്റ് വീഡിയോയിൽ. ഈ സോണിക്കിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു മെയിനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാത്തവർക്ക് ചാനലിലുണ്ട്, പോയി കാണാം. അതിൽ ഞാൻ എങ്ങനെ പോയിന്റ്സ് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. കൈബർ സ്വാപ്പിലെല്ലാം പോയി ഞാൻ ഒരുപാട് സ്വാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റേക്കിംഗ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ പോയിന്റ്സ് ആണ് ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലീഡർ ബോർഡ് നോക്കിയാൽ കണ്ണ് തള്ളിപ്പോവും, അത്രയും കൂടുതൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ സ്റ്റേക്ക് ചെയ്ത എമൗണ്ടിനനുസരിച്ചൊക്കെയാണ് ഇവർക്ക് പോയിന്റ് കൊടുക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഫണ്ട് കയ്യിലുള്ളവർക്ക് കൂടുതൽ പോയിന്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് മെയിനെറ്റിൻ്റെ കഥ. എന്തായാലും നമ്മൾ ടെസ്റ്റ് നെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് നെറ്റ് റിവാർഡ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എത്ര റിവാർഡ് കിട്ടുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, മെയിനെറ്റുകാർക്ക് കൂടുതൽ റിവാർഡും ടെസ്റ്റ് നെറ്റുകാർക്ക് ഒന്നും ഇല്ലാതാക്കാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനെറ്റ് മാക്സിമം ഒഴിവാക്കാതിരിക്കുക, ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യാം. മെയിനെറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഈ ടോക്കണെല്ലാം റിലീസായി കഴിഞ്ഞു. ഒരു 3-4 മാസം കഴിയുമ്പോൾ സോണിക്കിൻ്റെ എയർ ഡ്രോപ്പ് ഉണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി ഒരു ജൂൺ മാസമൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എയർ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ കിട്ടണമെങ്കിൽ ഈ ഒരു മെയിനെറ്റ് പോയിന്റ്സും വേണം, ടെസ്റ്റ് നെറ്റ് പോയിന്റ്സും വേണം. ഓക്കെ, എന്ന് വെച്ച് ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കാത്തവർക്ക് മെയിനെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തില്ലെങ്കിൽ മെയിനെറ്റ് പോയിന്റ്സ് ഉണ്ടാക്കാം. ഈ ഒരു പോയിന്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടും. എന്ന് വെച്ച് ടെസ്റ്റ് നെറ്റ് ചെയ്ത് എല്ലാവരും മെയിനെറ്റ് ചെയ്യണമെന്നുണ്ടോ? നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റ് ചെയ്തു, മെയിനെറ്റ് ചെയ്യാൻ ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിലില്ല, ഫണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, മെയിനെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കൊന്നുമില്ല. ടെസ്റ്റ് നെറ്റിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടോ അതിനനുസരിച്ചുള്ള എയർ ഡ്രോപ്പ് കിട്ടും. ഓക്കെ, അല്ലാതെ രണ്ടും ചെയ്യണം, രണ്ട് ചെയ്തവർക്ക് എയർ ഡ്രോപ്പ് ഉള്ളൂ എന്നൊന്നുമില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന യാല ഫൈനാൻസ് ആണ്. യാല ഫൈനാൻസിൽ നമുക്ക് പറയാനുള്ളത് മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ സമയം എടുക്കും. യാല ഫൈനാൻസിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ യാല എന്ന് പറയുന്ന ടോക്കൺ വരുന്നുണ്ട്. അത് കൺഫേം ആയിട്ടുണ്ട്. ട്വിറ്ററിൽ അവർ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ കുറച്ച് 2-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് യാലേൻ്റെ ടോക്കൺ കാണാൻ പറ്റും. ടോക്കൺ വരുമ്പോൾ ഉറപ്പായിട്ടും എയർ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലെങ്ങനെ പോയിന്റ്സ് ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ 5-6 വീഡിയോസ് നമ്മുടെ ചാനലിൽ യാലയ്ക്ക് മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കാണുക, എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എയർ ഡ്രോപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടും. എന്ന് വെച്ച് ടെസ്റ്റ് നെറ്റ് ചെയ്ത് എല്ലാവരും മെയിനെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മെയിനെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കൊന്നുമില്ല. അപ്പോൾ ടെസ്റ്റ് നെറ്റ് ചെയ്ത്
നമുക്ക് നമ്മൾ നല്ല ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പാരിറ്റീവ്ലി മറ്റൊരു യൂസറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഡ്രോപ്പ് ഉണ്ടാവും. എമൗണ്ട് വൈസ് എത്ര എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല എന്ന കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. കാരണം എന്താ, ടോക്കണോമിക്സ് നമുക്ക് അറിയില്ല. ടോക്കണോമിക്സ് റിലീസ് ആവാൻ സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുക എത്ര എമൗണ്ട് ആയിരിക്കും എന്നൊക്കെ ഒരു ആവറേജ് എസ്റ്റിമേഷൻ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റായിട്ട് എയർ ഡ്രോപ്പുകൾ ചെയ്യുക. ഇതിന് തൊട്ട് പുറകെ തന്നെ അടുത്ത എയർ ഡ്രോപ്പുകൾ, അടുത്ത ടെസ്റ്റ് നെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് കാണുക, അതിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഏതാണ് നല്ല എയർ ഡ്രോപ്പ് എന്ന് ഇപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ പ്രൊജക്റ്റുകളും ചെയ്യാം. നല്ല യൂസ് കേസുകളുള്ള നല്ല ഫണ്ടിങ് ഉള്ള പ്രൊജക്റ്റുകളെല്ലാം ചെയ്തു പോവുക. അത് എയർ ഡ്രോപ്പ് കിട്ടുന്ന ഏതാണോ നല്ലത് അത് നമുക്ക് കിട്ടും. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. അതിൽ വലിയ അപ്ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഓൾറെഡി ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.